നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി പരുന്തുംപാറയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നു. 2 കൂട്ടമായി എത്തിയ 30-ൽ പരം കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് ഭീതി പരത്തുന്നത്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലോവിന്റെയും ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോടിന്റെയും നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. ഓരോ ജലാശയത്തിന് സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും E.T. ടൈസൺ MLA. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരുന്തുംപാറയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നു. 2 കൂട്ടമായി എത്തിയ 30-ൽ പരം കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് ഭീതി പരത്തുന്നത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിൽ വരുന്ന മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിലെ പരുന്തുംപാറയിലാണ് കാട്ടാനക്കൂട്ടം വിരഹിക്കുന്നത്. മുപ്ലിയം എസ്റ്റേറ്റിന്റെ ഗേറ്റ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. തേക്കാട്ടി വീട്ടിൽ ജോണിന്റെ പറമ്പിൽ 30ഓളം റബ്ബർ മരങ്ങളും ആനക്കൂട്ടം മറിച്ചിട്ടു. ഇഞ്ചക്കുണ്ട് ഭാഗത്തേക്കും ആനക്കൂട്ടം നീങ്ങിത്തുടങ്ങിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. സുരക്ഷിതമായ മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലേവിന്റെയും ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോടിന്റെയും നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. കടലിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്കായി ക്ലാസ് നടത്തിയത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും യോഗത്തിൽ അറിയിച്ചു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണം. അത് യാന ഉടമകൾ ഉറപ്പുവരുത്തണം. എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതാണെന്നും യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. കടൽ മാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർ പോളച്ചൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കടലിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ കോസ്റ്റ് ഗാർഡ് ഓഫീസർ മണിക്കുട്ടൻ ക്ലാസ് എടുത്തു. ഫിഷറീസ് സ്റ്റേഷൻ മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിങ്ങിലെ VN പ്രശാന്ത് കുമാർ, അഴീക്കോട് മത്സ്യഭവനിലെ ആന്റണി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓരോ ജലാശയത്തിന് സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച് KRWന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്രക്കുളത്തിന് സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ IRW ജില്ലാ ലീഡർ OM നിയാസ് അധ്യക്ഷനായി. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വാർഡ് മെമ്പർ ജിബി മോൾ, ദേവസ്വം ഭാരവാഹി TK രമേശ് ബാബു, MS മോഹൻദാസ്, MP ഫസൽ ഹക്ക്, അബ്ബാസ് മാള എന്നിവർ സംസാരിച്ചു. PA നിസാർ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും 15 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലം കുന്നേൽ വീട്ടിൽ 40 വയസ്സുള്ള നിയാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. പണം തട്ടിയെടുത്ത ശേഷം മുങ്ങിയ പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്തു നിന്നാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകരുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ യുവാവ് വീട് പണിയാൻ നീക്കിവെച്ച പണവും സ്വർണം വിറ്റുമാണ് പണം നൽകിയത്. പ്രതി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയതായി പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI മാരായ PR സുധീഷ്, K കൃഷ്ണൻ, ഗ്രേഡ് സീനിയർ CPO മാരായ VD അജി, KR സജീവ്, CPO KV ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഉദ്ഘാടനവും കമാനത്തിന്റെ സമർപ്പണവും നടന്നു. പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രയാസം നേരിടുന്ന വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വർഷം മുഴുവൻ അവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം.
VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിച്ചു പോയ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഭൗതിക സാഹചര്യങ്ങളിൽ പോലും അല്ലാത്ത അവസ്ഥയിൽ പഠിച്ചു പോയി ഉന്നതമായിട്ടുള്ള മേഖലകളിൽ അവരുടേതായിട്ടുള്ള ജോലി നിർവഹണത്തിനിടയിൽ അവർ പഠിച്ചു പോയിട്ടുള്ള സ്കൂളിനെ മറക്കാതെ അവരുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ വലുതായി നമ്മുടെ മക്കൾ വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങളുടെ നടന്നത്. അവിടെയാണ് ഒരു നല്ല മനസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാതൃകയാണ്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളും നിങ്ങൾക്ക് മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് അധ്യക്ഷത വഹിച്ചു. ബേബി ബിനിത പദ്ധതി വിശദീകരണം നടത്തി. HM ഇൻചാർജ് C. തുഷാര, മുൻ പ്രധാനാധ്യാപിക സരസു, PTA പ്രസിഡന്റ് ബിനുരാജ്, KK രജനി, MN ഷൺമുഖൻ, TN സന്തോഷ്, BB ശ്രീനാഥ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബജറ്റിനെതിരെ മാളയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ധനമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം ഉൾപ്പെടുന്ന പ്രതിഷേധ കത്തയച്ചുകൊണ്ട് പ്രതിഷേധ പ്രതീകാത്മക സമരം നടത്തി. ഇതിന്റെ ഭാഗമായാണ് മാള യൂത്ത് കോൺഗ്രസ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഭി പ്രസാദ് സമരത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി, ജിനേഷ് PR, ഷിൻഡോ എടാട്ടുകാരൻ, അജി കാവനാട്, സ്റ്റീഫൻ എടാട്ടുകാരൻ, സനൽ അദിയാരത്ത്, CD ബിനോയ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പരുന്തുംപാറയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നു. 2 കൂട്ടമായി എത്തിയ 30-ൽ പരം കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് ഭീതി പരത്തുന്നത്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലോവിന്റെയും ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോടിന്റെയും നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. ഓരോ ജലാശയത്തിന് സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും E.T. ടൈസൺ MLA. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.